നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. അമേരിക്ക അനുദിനം ആക്രമണങ്ങൾ കടുപ്പിക്കുന്നു. മറുവശത്ത് ഗൾഫ് മേഖല പൂർണ്ണമായി നിശ്ചലമായി നിൽക്കുന്നു. US ഇറാൻ യുദ്ധഭീതിയിൽ തരിച്ചു നിൽക്കുകയാണ് ലോകം. വിദേശങ്ങളിലൊക്കെ സ്കൂളുകൾക്ക് അവധി. കുട്ടികളും മാതാപിതാക്കളുമൊക്കെ നാട്ടിലേക്ക് വരുന്ന സമയം. പ്രവാസി മലയാളികളെ സംബന്ധിച്ച് നെഞ്ചെടുപ്പ് ഉയരുന്നു. അവധിക്ക് നാട്ടിലേക്ക് പറന്നു വന്നാൽ വീണ്ടും തിരികെ യഥാസമയം മടങ്ങിപ്പോകാൻ കഴിയുമോ എന്ന ഭീതിയാണ് പലർക്കും. ഇടുത്തി പോലെ ഇപ്പോൾ ഒരു മുന്നറിയിപ്പും. UAE, ഖത്തർ എന്നീ രാജ്യങ്ങളുടെ മുകളിലൂടെ പറക്കരുത് എന്ന് യൂറോപ്യൻ യൂണിയൻ്റെ കടുത്ത മുന്നറിയിപ്പ്. ഇതോടെ എമിറേറ്റ്സും ഖത്തർ എയർവേസും ഒക്കെ വലിയ പ്രതിസന്ധിയിലകപ്പെട്ടു. ബഹ്റിൻ, കുവൈറ്റ് ആകാശപാതകളും ഒഴിവാക്കണമെന്നാണ് ഇപ്പോൾ യൂറോപ്യൻ യൂണിയൻ ആവശ്യപ്പെട്ടിരിക്കുന്നത്. വിമാന സർവീസുകൾ താറുമാറാകും എന്നുറപ്പ്. ജൂലൈ 29 വരെ വലിയ ജാഗ്രത പുലർത്തണമെന്ന മുന്നറിയിപ്പ്. പ്രവാസി മലയാളികൾ ഏറെ കഷ്ടപ്പെടുകയാണ് വിദേശങ്ങളിൽ. അമേരിക്കയും ഇറാനും തമ്മിലുള്ള സൈനിക സംഘർഷങ്ങൾ രൂക്ഷമായ പശ്ചാത്തലത്തിലാണ് UAE, ഖത്തർ ഉൾപ്പെടെയുള്ള ഗൾഫ് രാജ്യങ്ങളുടെ വ്യോമപാതകൾ പൂർണ്ണമായി ഒഴിവാക്കാൻ യൂറോപ്യൻ വിമാന കമ്പനികൾക്ക് കടുത്ത മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത്. യൂറോപ്യൻ യൂണിയൻ ഏവിയേഷൻ സേഫ്റ്റി ഏജൻസിയാണ് ഇത്തരമൊരു മുന്നറിയിപ്പ് നൽകിയത്. മേഖലകളിലെ ആകാശപാതകളിൽ വലിയ സുരക്ഷാ ഭീഷണി നിലനിൽക്കുന്നുവെന്നാണ് അവർ നൽകിയ ജാഗ്രതാ നിർദ്ദേശം. നിലവിൽ ലഭ്യമായ റിപ്പോർട്ടുകൾ അനുസരിച്ച് ജൂലൈ 29 വരെ കടുത്ത ജാഗ്രത പുലർത്തണം. മേഖലയിലെ സുരക്ഷാ സാഹചര്യം വിലയിരുത്തി ആവശ്യമെങ്കിൽ തീയതി നീട്ടാനോ മാറ്റം വരുത്താനുള്ള സാധ്യതയുണ്ട്. UAE, ബഹ്റിൻ, കുവൈറ്റ്, ഖത്തർ എന്നീ രാജ്യങ്ങൾക്ക് മുകളിലൂടെയുള്ള എല്ലാത്തരം വിമാന സർവീസുകൾക്കും കനത്ത വിലക്ക്. യൂറോപ്യൻ വ്യോമയാന നിയമങ്ങൾക്ക് കീഴിൽ സർവീസ് നടത്തുന്ന വിമാനങ്ങൾക്കും അധികൃതരുടെ അംഗീകാരത്തോടെ യൂറോപ്പിലേക്ക് സർവീസ് നടത്തുന്ന മറ്റ് അന്താരാഷ്ട്ര വിമാന കമ്പനികൾക്കും ഈ നിർദ്ദേശം ബാധകമാണ്. വടക്കൻ ഗൾഫ് മേഖലയിലും അറേബ്യൻ കടലിന് മുകളിലും സൈനിക നീക്കങ്ങൾ വിമാനങ്ങൾക്ക് വലിയ ഭീഷണി ഉയർത്തുന്നു എന്ന് റിപ്പോർട്ടിൽ എടുത്തു പറയുന്നു. നേരത്തെ പ്രഖ്യാപിച്ച വെടിനിർത്തൽ കാറ്റിൽ പറത്തി ഇരു രാജ്യങ്ങളും ഇപ്പോൾ കനത്ത സംഘർഷത്തിലേക്ക് തിരിഞ്ഞിരിക്കുന്നു. വലിയ യുദ്ധാഹ്വാനമാണ് മറുവശത്ത് US പ്രസിഡന്റ് ട്രംപ് നടത്തിയിരിക്കുന്നത്. ഗൾഫ് മേഖലയിലെ പ്രമുഖ US സൈനിക താവളങ്ങളെ ലക്ഷ്യമിട്ട് ഇറാന്റെ ഭാഗത്തു നിന്ന് തുടരെ ആക്രമണങ്ങൾ ഉണ്ടാകുന്നു. ഇത്തരത്തിൽ അയക്കുന്ന മിസൈലുകളും ഡ്രോണുകളും വ്യോമപാതയിലൂടെ കടന്നുപോകുന്നത് സാധാരണ വിമാനങ്ങൾക്ക് വലിയ ഭീഷണിയാണ്. സൈനിക പോരാട്ടങ്ങൾക്കിടയിൽ റഡാറുകൾക്ക് സംഭവിക്കുന്ന പിഴവ്, ഇതുമൂലം സിവിലിയൻ വിമാനങ്ങളെ ശത്രു വിമാനങ്ങളായി തെറ്റിദ്ധരിക്കാനുള്ള സാഹചര്യവും നിലനിൽക്കുന്നു. ആകാശത്ത് വെച്ച് ശത്രുവിൻ്റെ യുദ്ധവിമാനങ്ങളും മറ്റും തകർക്കപ്പെടുമ്പോൾ ഉണ്ടാകുന്ന അവശിഷ്ടങ്ങൾ പതിക്കുന്നതും വിമാനങ്ങൾക്ക് വലിയ അപകടമാണ്. മുൻകൂട്ടി യാതൊരുവിധ അറിയിപ്പുകളുമില്ലാതെ എപ്പോൾ വേണമെങ്കിലും സൈനിക നീക്കങ്ങൾ ഉണ്ടാകാം. സാഹചര്യം വഷളായതിനെ തുടർന്ന് ഇറാൻ, ഇറാഖ്, ലെബനൻ എന്നീ രാജ്യങ്ങളുടെ വ്യോമപാതകൾ ഒഴിവാക്കണമെന്ന് യൂറോപ്യൻ യൂണിയൻ എയർ സേഫ്റ്റി ഏജൻസി നേരത്തെ തന്നെ മുന്നറിയിപ്പ് നൽകിയിരുന്നു. മേഖലയിലെ സുരക്ഷാ സ്ഥിതി ഏതു നിമിഷവും പ്രവചനാതീതമായി മാറാം എന്നാണ് ഏജൻസിയുടെ മുന്നറിയിപ്പ്. ഗൾഫ് രാജ്യങ്ങളിലേക്ക് യാത്ര ചെയ്യുന്ന പൗരന്മാർ കടുത്ത ജാഗ്രത പാലിക്കണമെന്നും ബ്രിട്ടൻ മുന്നറിയിപ്പ് നൽകി. പെട്ടെന്നുണ്ടാകുന്ന ആകാശപാത മാറ്റം ആഗോള വ്യോമയാന മേഖലയിലെ വലിയ പ്രതിസന്ധിയിലാഴ്ത്തുന്നു. വിമാനങ്ങൾ ദീർഘദൂരം ചുറ്റിത്തിരിയുന്നത് യാത്രാസമയവും ഇന്ധന ചെലവും വർദ്ധിപ്പിക്കാൻ ഇടവരും. ചൊവ്വാഴ്ചയാണ് ഏറ്റവും പുതിയ സംഘർഷ മേഖല വിവര ബുള്ളറ്റിൻ പുറത്തിറക്കിയിരിക്കുന്നത്. സാധാരണഗതിയിൽ മുന്നറിയിപ്പുകളൊന്നും നൽകാത്ത ഒമാൻ ഉൾക്കടലിന്റെ പടിഞ്ഞാറൻ ഭാഗത്തെ വ്യോമാതിർത്തിയും ഈ മുന്നറിയിപ്പിൽ ഇക്കുറി ഉൾപ്പെട്ടിട്ടുണ്ട്. ഹോർമുസ് കടലിടുക്കിന്മേലുള്ള നിയന്ത്രണം നിലനിർത്താനുള്ള ഇറാന്റെ ശ്രമങ്ങൾ ഒരു വശത്ത്, മറുവശത്ത് വാണിജ്യ കപ്പലുകൾക്ക് നേരെ ആവർത്തിച്ച് നടക്കുന്ന ആക്രമണങ്ങൾ. ഇതിനോടനുബന്ധിച്ച് US സൈനിക നടപടികൾ കൂടുതൽ കടുപ്പത്തിലാക്കി. ഗൾഫ് മേഖലയിലെ US സൈനിക താവളങ്ങളുടെ സാന്നിധ്യം ഗൾഫ് രാജ്യങ്ങളെ ലക്ഷ്യമിട്ടുള്ള മിസൈൽ, ഡ്രോൺ ആക്രമണങ്ങളുടെ സാധ്യത ഇരട്ടിപ്പിക്കുന്നു. മേഖലയിലെ രാജ്യങ്ങൾ സംഘർഷത്തിന്റെ വിവിധ ഘട്ടങ്ങളിൽ താൽക്കാലികമായി വ്യോമാതിർത്തികൾ അടച്ചിടാറുണ്ട്. എന്നാൽ സുരക്ഷാ സാഹചര്യത്തിൻ്റെ അതിവേഗം മാറിക്കൊണ്ടിരിക്കുന്ന സ്വഭാവം കാരണം ഈ നടപടികൾ എല്ലായ്പ്പോഴും വേണ്ടത്ര വേഗത്തിലാക്കാൻ കഴിയില്ലവർക്ക്. മിസൈലുകൾ, ഡ്രോണുകൾ, യുദ്ധവിമാനങ്ങൾ, വ്യോമപ്രതിരോധ സംവിധാനങ്ങൾ എന്നിവ എല്ലാ ഉയരങ്ങളിലും പറക്കർ തലങ്ങളിലുമുള്ള സിവിലിയൻ വിമാനങ്ങൾക്ക് ഉയർന്ന അപകട സാധ്യത വരുത്തും. വിമാന കമ്പനികളുടെ അപകട സാധ്യതയുടെ തോത് മാറുന്നുണ്ടോ എന്ന് വിലയിരുത്തുന്നതിനായി യൂറോപ്യൻ കമ്മീഷനുമായും യൂറോപ്യൻ യൂണിയൻ അംഗരാജ്യങ്ങളുമായും ചേർന്ന് സംഭവ വികാസങ്ങൾ നിരീക്ഷിക്കുന്നത് തുടരുമെന്ന് EASA അറിയിച്ചു. ബ്രിട്ടീഷ് പൗരന്മാർ തികഞ്ഞ ജാഗ്രത പാലിക്കണമെന്ന് UK അറിയിച്ചു കഴിഞ്ഞു.
ഇടക്കാല വെടിനിർത്തൽ കരാർ പൊളിഞ്ഞതോടെ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് കടുത്ത സമ്മർദ്ദത്തിലാണ്. ഇനി ഇറാനെ ആക്രമിച്ച് വീഴ്ത്തുക എന്ന ഒരൊറ്റ പോംവഴി മാത്രമേ ട്രംപിന് മുന്നിലുള്ളൂ. ഒരു പൂർണ്ണ യുദ്ധത്തിലേക്ക് മടങ്ങുന്നതിനെക്കുറിച്ചുള്ള ആശങ്കകൾ ഇപ്പോൾ വർദ്ധിക്കുകയാണ്. വീണ്ടും സമാധാന ചർച്ചകൾക്ക് ടെഹ്റാൻ മുൻകൈയെടുത്തില്ല എങ്കിൽ കനത്ത ആക്രമണത്തിലേക്ക് അമേരിക്ക തിരിയും. ഇറാനിലെ എല്ലാ തുറമുഖങ്ങളിലും നാവിക ഉപരോധം വീണ്ടും ഏർപ്പെടുത്തുന്നതായി ട്രംപിന്റെ പ്രഖ്യാപനം. അടുത്തയാഴ്ച വൈദ്യുതി നിലയങ്ങളും പാലങ്ങളും തകർക്കുമെന്ന് ട്രംപ് മുന്നറിയിപ്പ് നൽകുന്നു. താൽക്കാലിക വെടിനിർത്തൽ കരാറിൽ ഇരു രാജ്യങ്ങളും ഒപ്പിടുമ്പോൾ 60 ദിവസത്തെ സമയപരിധി കരാർ നിശ്ചയിച്ചിരുന്നു. ഇതിനിടയിൽ ആണവ പദ്ധതി ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ചർച്ച ചെയ്ത് ഒരു തീരുമാനത്തിലെത്തുമെന്നാണ് ട്രംപ് നേരത്തെ പറഞ്ഞത്. എന്നാൽ ഹോർമുസ് കടലിടുക്കിനെ ചൊല്ലിയുള്ള തർക്കം മുറുകി. ഹോർമുസ് കടലിടുക്കിൽ ഏകദേശം 7ഓളം വാണിജ്യ കപ്പലുകൾക്ക് നേരെ ഇറാൻ ആക്രമണവും നടത്തി. മറുവശത്ത് അറബിക്കടലിൽ കുറഞ്ഞത് 19 US യുദ്ധക്കപ്പലുകൾ ഇപ്പോൾ നിരനിരയായുണ്ട്. അതിൽ 2 വിമാനവാഹിനി കപ്പലുകളും 1000-ലധികം മറൈനുകളുള്ള ഒരു ആംഫിബിയസ് ആക്രമണ കപ്പലും ഈ വ്യൂഹത്തിൽ ഉൾപ്പെടുന്നു. മിഡിൽ ഈസ്റ്റിലുടനീളം 100 കണക്കിന് സൈനിക വിമാനങ്ങൾ പ്രവർത്തിക്കുന്നുണ്ട് എന്ന് US സെൻട്രൽ കമാൻഡ് അറിയിച്ചു. വാണിജ്യ ഷിപ്പിങ്ങിനും സിവിലിയൻ ക്രൂവിനും ഭീഷണിയാകുന്ന ഇറാന്റെ കഴിവിനെ കൂടുതൽ ദുർബലപ്പെടുത്താൻ ഇതിനിടയിൽ അമേരിക്കൻ സെൻകോം തീരുമാനമെടുത്തു. ഇറാൻ നടത്തിയ ആക്രമണങ്ങളിൽ ഏകദേശം 1 ഡസനോളം സിവിലിയൻ ക്രൂ അംഗങ്ങൾ കൊല്ലപ്പെടുകയോ പരിക്കേൽക്കുകയോ കാണാതാവുകയോ ചെയ്തു. അമേരിക്കൻ സേനാ കേന്ദ്രങ്ങൾ സ്ഥിതി ചെയ്യുന്ന ഗൾഫ് രാജ്യങ്ങളിലേക്ക് ഇറാൻ ഡസൻ കണക്കിന് മിസൈലുകളും ഡ്രോണുകളും വിക്ഷേപിച്ചു. ജോർദാനിലെ അസ്രാഖ് ബേസിലും ബഹ്റിനിലും കുവൈറ്റിലും US സേനാ കേന്ദ്രങ്ങൾക്ക് നേരെ ഇറാൻ നിരവധി തവണയാണ് ആക്രമണങ്ങൾ തൊടുത്തത്. കുവൈറ്റിൽ ഇറാനിയൻ ആക്രമണത്തെ തുടർന്ന് വലിയ തീപിടുത്തവും സംഭവിച്ചു. ഹോർമുസ് കടലിടുക്കിന് മുകളിൽ അമേരിക്ക അതിശക്തമായ നിയന്ത്രണം ചെലുത്തുന്നത് ഇറാനെ സംബന്ധിച്ച് ആത്മഹത്യയ്ക്ക് തുല്യമാണ്. IRGC അതുകൊണ്ട് തന്നെ സർവ്വശക്തിയുമെടുത്ത് അമേരിക്കൻ സേനാ കേന്ദ്രങ്ങൾക്ക് നേരെ തുടർച്ചയായ ആക്രമണങ്ങൾ തൊടുത്തു. യുണൈറ്റഡ് സ്റ്റേറ്റ്സ് അവരുടെ ആക്രമണ പ്രവർത്തനങ്ങൾ അവസാനിപ്പിക്കുന്നതുവരെ ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോർപ്സ് ശക്തമായ ആക്രമണങ്ങളിലേക്ക് തിരിയും എന്ന മുന്നറിയിപ്പ് നൽകി. ഒടുവിൽ ട്രംപിന്റെ ഏറ്റവും വലിയ അന്ത്യശാസനം: ഇന്ന് രാത്രി ഞങ്ങൾ അവരെ അതിശക്തമായി പ്രഹരിക്കും. നാളെ രാത്രി ഞങ്ങൾ ഏറ്റവും ശക്തമായ ആക്രമണ തലങ്ങളിലേക്ക് കടക്കും. അടുത്തയാഴ്ച സ്ഥിതി കൂടുതൽ മോശമാകും. കാരണം അടുത്തയാഴ്ച വൈദ്യുതി നിലയങ്ങളും പാലങ്ങളും ഉൾപ്പെടെ ഇറാന് നേർക്ക് അതിശക്തമായ ആക്രമണത്തിനാണ് അമേരിക്കയുടെ തീരുമാനം. അവരുടെ എല്ലാ വൈദ്യുത നിലയങ്ങളും പാലങ്ങളും ഞങ്ങൾ തകർക്കും. അവർ മേശപ്പുറത്തെത്തി ചർച്ച നടത്തിയില്ലെങ്കിൽ അവരുടെ എല്ലാ പാലങ്ങളും ഇനി ബാക്കിയുണ്ടാവില്ല. ഊർജ്ജ ലക്ഷ്യങ്ങൾ തങ്ങളുടെ അവസാന ആക്രമണത്തിലായിരിക്കും തകർക്കുക എന്ന് ട്രംപ് പറഞ്ഞു. ഒടുവിൽ നമ്മൾ ഊർജ്ജ ലക്ഷ്യങ്ങളുടെ നേർക്ക് ആക്രമണങ്ങൾ തിരിക്കും. ഇറാനിയൻ ഊർജ്ജ കേന്ദ്രങ്ങൾക്ക് നേരെ ബോംബിടുമെന്ന് മുൻപ് പലപ്പോഴും ട്രംപ് മുന്നറിയിപ്പ് നൽകിയിരുന്നു. ഇറാൻ ആണവായുധം നേടുന്നത് തടയുക, ഹോർമുസ് കടലിടുക്ക് തുറന്നിടുക, ഇറാന്റെ സൈനിക ശേഷി കുറയ്ക്കുക, ഇവയാണ് ട്രംപിന്റെ ലക്ഷ്യങ്ങൾ. ഇറാന്റെ സമ്പുഷ്ടീകരിച്ച യുറേനിയം ശേഖരം അമേരിക്ക ഇതുവരെ സുരക്ഷിതമാക്കിയിട്ടില്ല. ഹോർമുസ് വഴിയുള്ള ഗതാഗതം യുദ്ധത്തിന് മുമ്പുള്ള നിലവാരത്തിന്റെ 10% മാത്രമാണ് ഇപ്പോൾ കൈവരിച്ചിരിക്കുന്നത്. മറുവശത്ത് പിക്കാക്സ് പർവ്വതത്തിലെ ഭൂമിക്കടിയിലുള്ള ആണവ കേന്ദ്രം ആക്രമിക്കുമെന്നാണ് ട്രംപിന്റെ മറ്റൊരു മുന്നറിയിപ്പ്. ടെഹ്റാന് പുറത്തുള്ള തലേഗാൻ കേന്ദ്രത്തിന് നേർക്കും ആക്രമണം തൊടുക്കുമെന്ന് ട്രംപ് പറയുന്നു. ഹോർമുസ് കടലിടുക്കിൽ ഇറാന് ഉപരോധം പ്രഖ്യാപിക്കുകയും മറ്റ് വാണിജ്യ കപ്പലുകൾക്ക് നികുതി ഏർപ്പെടുത്തുകയും ചെയ്യുമെന്ന് ട്രംപ് നേരത്തെ പറഞ്ഞിരുന്നു. വാണിജ്യ കപ്പലുകൾക്ക് 20% നികുതിയായിരുന്നു ട്രംപ് പ്രഖ്യാപിച്ചത്. എന്നാൽ തൻ്റെ ഇത്തരം പ്രഖ്യാപനങ്ങളിൽ നിന്ന് ട്രംപ് മലക്കം മറിഞ്ഞു. വാണിജ്യ കപ്പലുകൾക്ക് നികുതി ഏർപ്പെടുത്തുന്നതിന് മുൻപ് തന്നെ ഫീസ് പിരിക്കാനുള്ള പദ്ധതി അദ്ദേഹം ഉപേക്ഷിച്ചു. ഗൾഫ് മേഖലയിലെ രാജാക്കന്മാരും അമീറുമാരും തന്നെ വിളിച്ച് ഒരു ബദൽ ക്രമീകരണം നിർദ്ദേശിച്ചു എന്നാണ് ട്രംപിന്റെ വിശദീകരണം. അവർ കോടിക്കണക്കിന് ഡോളറുകൾ അമേരിക്കയിൽ നിക്ഷേപിക്കാൻ ആഗ്രഹിക്കുന്നു. ടോൾ ഈടാക്കുന്നതിനേക്കാൾ ആ ക്രമീകരണമാണ് താൻ കൂടുതൽ ഇഷ്ടപ്പെടുന്നത് എന്ന് ട്രംപ് പറഞ്ഞു. കാരണം ആർക്കും കടലിടുക്കിന് ഫീസ് ഈടാക്കാൻ കഴിയില്ല എന്ന് ഞാൻ കരുതുന്നു. ഹോർമുസ് കടലിടുക്കിൽ ഫീസ് ഈടാക്കാനുള്ള ട്രംപിന്റെ പദ്ധതി ദീർഘകാല US നയത്തിൽ നിന്നുള്ള ഒരു മാറ്റമായിരുന്നു. ടോളുകളില്ലാതെ കടലിടുക്ക് എല്ലാവർക്കും തുറന്നിടുമെന്നാണ് US നേരത്തെ പ്രഖ്യാപിച്ചത്. അക്ഷരാർത്ഥത്തിൽ തീമഴ പെയ്യിക്കുകയാണ് ഇറാനിൽ ട്രംപ്. ഇറാനുമായി ധാരണയിലെത്തിയില്ല എങ്കിൽ അടുത്തയാഴ്ച മുതൽ US വ്യോമാക്രമണം ശക്തിപ്പെടുത്തുമെന്ന മുന്നറിയിപ്പ്. ഇറാനെതിരെ വീണ്ടും ആക്രമണവുമായി US ഇറങ്ങി എന്ന് US സെൻട്രൽ കമാൻഡ് അറിയിച്ചു.
ഇന്നലെ ഉച്ചയ്ക്ക് 3 മണി മുതൽ പുതിയ ആക്രമണ പരമ്പരയ്ക്ക് അവർ തുടക്കമിട്ടു. ഇറാനിലെ ഹോർമുസ്ഖാൻ പ്രവിശ്യയിൽ US നടത്തിയ ആക്രമണത്തിൽ ഒരു കുടുംബത്തിലെ 3 പേർ കൊല്ലപ്പെട്ടു എന്ന് ഇറാന്റെ ഔദ്യോഗിക വാർത്താ ഏജൻസികൾ. ചുരുക്കത്തിൽ മേഖലയിലെ സംഘർഷം അനുദിനം ശക്തിപ്പെടുന്നു. ഒട്ടുമിക്ക രാജ്യങ്ങളുടെയും വ്യോമയാന മന്ത്രാലയങ്ങൾ കനത്ത ജാഗ്രതാ നിർദ്ദേശം പുറപ്പെടുവിച്ചു. ഗൾഫ് മേഖലയിലെ വിമാന സർവീസുകൾ താറുമാറാക്കുമെന്ന ഭയം പ്രവാസി മലയാളികൾക്ക്. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.